വി.ഡി. സതീശൻ കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം 4 മണിയോടെ ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള AICC നിരീക്ഷകർ ഉൾപ്പെടെ എത്തുന്നുണ്ട്. ഇതിനിടയിൽ ഇവിടെ നാട്ടിൽ ആഹ്ലാദ പ്രകടനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ കാണുന്നുണ്ട്. ചില ആഹ്ലാദ പ്രകടനങ്ങളിൽ ഒരു ചെറിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പകവീട്ടലിന് ചെറിയ ലാഞ്ചനയുള്ള ചില പല പ്രതികരണങ്ങൾ നമ്മൾ കേട്ടായിരുന്നു. കാരണം പഴകുളം മധുവിന്റെയും എം നസീറിന്റെയും തന്നെ പ്രതികരണം നമ്മൾ കേട്ട് MLA-മാരാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇപ്പോൾ വരുന്ന ഒരു ദൃശ്യം, ഷാഫി പറമ്പിൽ MPയുടെ ഓഫീസിലെത്തി VD അനുകൂല പ്രവർത്തകർ ലഡു വിതരണം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രതിഷേധം തന്നെയാണ്, ഒരു ചെറിയ പ്രതിഷേധം, ഒരു ചെറിയ പ്രതികാരം. അപ്പോൾ KC ടീമിന്റെ പ്രധാനിയായിരുന്നു ഷാഫി പറമ്പിൽ MP എന്നുള്ളതാണ്, വർക്കിംഗ് പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ പലരോടും ഇപ്പോൾ നേരത്തെ ബെന്നി ബെഹനാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബെന്നിയോട് പ്രതിഷേധം ഉണ്ടായി. അങ്ങനെ പല ആളുകളോടും പിന്നീട് ഇവിടെ തൃക്കരിപ്പൂരിൽ സന്ദീപ് മാരിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. അതായത് ആ എഴുതിയ പേജ്, അതായത് അഭിപ്രായ രൂപീകരണത്തിന്റെ പേജിലെ ആ ഒപ്പ് ആർക്ക് അനുകൂലമാണ് എന്ന് രേഖപ്പെടുത്തിയ MLA-മാരുടെയൊക്കെ തന്നെ അവരുടെ പ്രതിഷേധം സ്വാഭാവികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മധുര പ്രതികാരം എന്ന് വേണം ഈ ദൃശ്യം. ശരി, രാഹുൽ KV വിവരങ്ങളുമായി. രാഹുൽ, വടകരയിലെ MP ഓഫീസിലെത്തി മധുരം കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് മധുര പ്രതികാരം എന്നൊക്കെ പറയണോ, അതോ ഒരു വളരെ സ്വാഭാവികമായുള്ള ഒരു മധുര വിതരണമാണോ അത്? ഐക്യജനാധിപത്യ മുന്നണിയാണ്, പ്രത്യേകതരം ഐക്യമാണെന്ന് നമുക്ക് എടുത്തു തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മധുര പ്രതികാരം, ഈ പങ്കുവെക്കുന്ന മധുരത്തിനൊരു പ്രത്യേകത, ഒരു തരം രുചിയുണ്ടെന്നാണ് ലഡു കൊടുത്ത പ്രവർത്തകർ തന്നെ പറയുകയും ചെയ്യുന്നത്. മീഡിയ പ്രഖ്യാപിച്ച സമയത്ത് തന്നെയാണ് ലഡു നഗരത്തിൽ വിതരണം ചെയ്തു. അതിനുശേഷമാണ് MP ഓഫീസിലെത്തി അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ തന്നെ നൽകിയത്. കഴിഞ്ഞ ദിവസം വടകരയിലും VD അനുകൂലിച്ച് VD മുഖ്യമന്ത്രിയായി വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനം ഉണ്ടായിരുന്നു. അത് നയിച്ച ആളുകളാണ് ഇപ്പോൾ ലഡുവുമായി ഏതായാലും വലിയ വിമർശനം, സൈബർ ആക്രമണം ഒരേ മുന്നണിയിൽ നിന്ന് തന്നെ നേരിടുന്ന MP ഓഫീസിലെത്തി മധുരം ലഡു നൽകുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ACക്ക് വേണ്ടി KC വേണുഗോപാലിന് വേണ്ടി വാദിച്ചു. യുവ MLA-മാരെ KC വേണുഗോപാലിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നു എന്ന രീതിയിൽ വലിയ വിമർശനമാണ്, സൈബർ ആക്രമണമാണ് UDF-ന്റെ ഭാഗത്തുനിന്ന് പ്രവർത്തകർ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ വക്താവായാൽ ദുഃഖിക്കേണ്ടി വരുമെന്നടക്കം മുന്നറിയിപ്പും ഷാഫി പറമ്പിൽ നേരെ വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സ്റ്റാർ ക്യാമ്പയിനർ എന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ പ്രചാരണം നടത്തിയിരുന്നതെങ്കിലും പിന്നീട് സ്ഥിതിഗതികൾ മാറി മറിയുകയായിരുന്നു. ഏതായാലും ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണ് ആ സന്തോഷം ലഡുവിന്റെ രൂപത്തിൽ MP ഓഫീസിലെത്തി VD അനുകൂലിച്ചു നിന്ന ആളുകൾ വിതരണം ചെയ്തിട്ടുള്ളത്. ശരി.